പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജാനുവരി മാസം 28 ഹല്ലേലൂയ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നത് ഓർത്ത്, ആമേൻ, ശ്രേഷ്ഠമായിട്ട് നടത്തുന്നത് ഓർത്ത്, അത്ഭുതമായി നടത്തുന്നത് ഓർത്ത്, കൈപിടിച്ച് നടത്തുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കരമുയർത്തി ഒന്നുകൂടൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കരമുയർത്തി ഒന്നുകൂടൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സങ്കീർത്തനം 59 ആമേൻ 10 വാക്യം പറയുന്നത്, എൻ്റെ ദൈവം തൻ്റെ ദയയാൽ എന്നെ എതിരേൽക്കും. ദൈവം എന്നെ എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കുമാറാക്കും. അതിൻ്റെ 16 വാക്യം പറയുന്നു, ഞാനോ കർത്താവിൻ്റെ ബലത്തെക്കുറിച്ച് പാടും. അധികാരത്തിൽ ഞാൻ കർത്താവിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് കർത്താവിൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. 17 വാക്യം, എൻ്റെ ബലമായുള്ളവേ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയുള്ള ദൈവവുമല്ലോ. ആ 17 വാക്യം നമുക്ക് ഒന്നുകൂടെ എല്ലാവരും ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് പറയാം. എൻ്റെ ബലമായുള്ളവേ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയുള്ള ദൈവവുമല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും തിരുവചനം കേൾക്കുവാനും ഒക്കെ കൃപ തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുക. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുമുഖം ഇവരുടെ മേൽ പ്രകാശിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങേക്ക് ഇവരോട് കരുണ തോന്നുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഇന്നത്തെ പകൽക്കാലം ഇവരെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം. അപ്പാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിലും ഇന്ന് അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ ദൈവിക അത്ഭുതം നടക്കട്ടെ. ഹൃദയ സംബന്ധമായ എല്ലാ അസ്വസ്ഥതകളും ആമേൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ലങ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ ആമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഇൻറ്റേർണൽ ഓർഗൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാം പുറമെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അങ്ങ് കാണുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അകത്തുള്ള എല്ലാ അവയവങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പെർഫെക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യട്ടെ. പെർഫെക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കുറവുകളും പരിഹരിക്കപ്പെടട്ടെ. ശരീരത്തിലുള്ള എല്ലാ ബലഹീനതകളും മാറട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകട്ടെ. നിൻ്റെ കുഞ്ഞുങ്ങൾ യങ് വൈബ്രൻറ്റ് ഹെൽത്തിയായി മുന്നേറുവാൻ സഹായിക്കണം. അതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ നല്ല ഇടയനായ ഞങ്ങളുടെ കർത്താവ് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. അതാണല്ലോ തിരുവെഴുത്ത് പറയുന്നത്. കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയത്തോടെ പോകുവാൻ കൃപ ചെയ്യണം. അതുപോലെ മറ്റാവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. ആമേൻ ആമേൻ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അങ്ങയുടെ പ്രത്യേക കൃപയുണ്ടാകണം. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു. ഹയർ സ്റ്റഡീസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ അങ്ങയുടെ കൈ തരുന്നു. ഉന്നതമായ വിജയം നേടുവാൻ സഹായിക്കണം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ മീറ്റിങ്ങിനായിട്ട് സ്തോത്രം. അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. തിങ്കളാഴ്ച ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. തിങ്കളാഴ്ച ഞങ്ങളുടെ മക്കളെ കൂട്ടിവരുത്തിയതിന് സ്തോത്രം. തിങ്കളാഴ്ച പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ ഒഴുകിയതിന് സ്തോത്രം ചെയ്യുന്നു. ഈ തിങ്കളാഴ്ചത്തേക്കാൾ അധികം ശ്രേഷ്ഠമായി ഇന്നത്തെ ദിവസം ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കുക. ആരും തന്നെ
ഉപേക്ഷ വിചാരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ദൈവിക അനുഗ്രഹത്തിന് കാരണമാകും. കർത്താവ് അനുവദിക്കുന്ന പക്ഷം 1, 2, 3 ഫെബ്രുവരി മാസം 1, 2, 3 നമ്മുടെ ഉപവാസത്തിൻ്റെ ദിവസങ്ങളാണ്. പുതിയ വർഷത്തിലെ ആദ്യത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസങ്ങൾ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ അതിലെല്ലാവരും പങ്കെടുക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ സദൃശവാക്യത്തിൽ നിന്നുമാണ് നമ്മൾ കേൾക്കുന്നത്. 16-ാം അധ്യായം, സദൃശവാക്യം 16-ാം അധ്യായം 28-ാമത്തെ വാക്യം. വക്രതയുള്ള മനുഷ്യൻ വഴക്ക് ഉണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഏഷണി എന്ന് പറയുന്ന ഒരു വാക്കാണ്. ദൈവാത്മാവ് പറയുന്നു, ദൈവമക്കൾ ഏഷണി പറയുവാൻ പാടില്ല. ഏഷണി ദൈവത്തിൻ്റെ സ്വഭാവമല്ല, അത് പിശാചിൻ്റെ സ്വഭാവമാണ്. അത് ദൈവമക്കൾ ഏഷണിക്കാരാകാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഞാൻ ഏഷണി പറയത്തില്ല. ഏഷണി എന്ത് ചെയ്യും? കുടുംബങ്ങളെ കലക്കിക്കളയും, ബന്ധങ്ങളെ കലക്കിക്കളയും, സ്ഥാപനങ്ങളെ ഇടിച്ചു കളയും. നിങ്ങൾക്കറിയാമോ, ഈ വേദപുസ്തകത്തിൽ ഒത്തിരി അടുത്ത് പറയുന്നുണ്ട് ഏഷണി. അത് ആ ഒരു കാലഘട്ടം, ബൈബിൾ എഴുതുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം പോലെ അല്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അവർ വളരെ കമ്മ്യൂണിറ്റീസ്, വളരെ ക്ലോസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിരുന്നു. കണക്റ്റഡ് ഫാമിലീസ്. അവർ ഒന്നിച്ച് താമസിക്കുന്നു, ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു, ആരാധന എന്ന് പറയുന്നു, അവരെല്ലാം ഒന്നിച്ച് നടക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് വാക്കുകൾക്ക് ഭയങ്കര ശക്തിയായിരുന്നു അന്ന്. അപ്പം ഈ ഏഷണി പറയുമ്പോൾ കുടുംബങ്ങൾ തകരുന്നുണ്ടായിരുന്നു. കുലങ്ങൾ തമ്മിൽ ഡിവൈഡഡ് ആയി പോകുന്നു. എന്തിനാ? രാജ്യങ്ങളെപ്പോലും ബലഹീനമാക്കി കളയുമായിരുന്നു. അതുകൊണ്ട് ബൈബിൾ നമ്മൾക്ക് നിരന്തരമായിട്ട് വാൺ ചെയ്തുകൊണ്ടിരുന്നു. എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. നമ്മുടെ നാവ് കൊണ്ട് അനാവശ്യമായ വാക്കുകൾ പറയാൻ പാടില്ല. കാരണം ശത്രുവിനെ നമ്മുടെ നാവ് ഉപയോഗിച്ച് ബന്ധങ്ങളെ തകർക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കി, ഈ അനാവശ്യമായി പറഞ്ഞ ചില ഏഷണികൾ ഒരു രസത്തിന് പറഞ്ഞതായിരിക്കും. ചിലരുടെ ഒരു സ്വഭാവമായി ഈ ഏഷണി. അത് പിശാച് ആ നാവിനെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ഏഷണി പറയാൻ തുടങ്ങും. അത് കാരണം എന്ത് പറ്റി? ബന്ധങ്ങൾ തകർന്നുപോയി. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, കൂടെ ജോലി ചെയ്യുന്നവർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ തകർന്നു പോയത് എന്തുകൊണ്ട്? ഏഷണിയാണ്. എല്ലാം തെറ്റിദ്ധാരണയാണ്. ഇപ്പം ഒരാളെക്കുറിച്ച് വേറൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിന് ആ ആളുടെ മനസ്സിൽ ഭയങ്കര വിഷമം കയറും. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യും? അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തെ അത് ഇടിച്ച് കളയും. അതുകൊണ്ട് ഏഷണിക്കാരൻ വഴക്കുണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഏഷണിക്കാരനില്ലെങ്കിൽ എന്തില്ല? വഴക്കില്ല. വിറകില്ലെങ്കിൽ തീ കെട്ടുപോകുമെന്ന് പറഞ്ഞ പോലെ ഏഷണിക്കാരനില്ലെങ്കിൽ വഴക്കില്ലാതായി പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഈ ബന്ധങ്ങൾ തകർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ വലിയ പാടാണ് കൊണ്ടുവരാൻ. ഈ ഏഷണി പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പില്ലോയ്ക്കകത്തുനിന്ന് പഞ്ഞി പറിച്ച് കളയുന്ന പോലെ പിന്നെ ആ പഞ്ഞി തിരിച്ച് കയറ്റാൻ വലിയ പാടാണ്. ഒന്ന് ആ പഞ്ഞി നമ്മുടെ പില്ലോയ്ക്കകത്ത്, തലവണയ്ക്കകത്ത് പഞ്ഞി പറന്നു പോയി കഴിഞ്ഞാൽ അതിനെ പിന്നെയും പിടിച്ച് അതിനകത്തോട്ട് കയറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അതുപോലെ ഏഷണി പറഞ്ഞ വാക്കുകൾ അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുക. അതിൻ്റെ ദോഷത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പിന്നെ വലിയ പ്രയാസമാണ്. എത്ര ക്ഷമ പറഞ്ഞെന്ന് പറഞ്ഞാലും, എത്ര നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാൻ നോക്കിയെന്ന് പറഞ്ഞാലും, ഒരിക്കലൊന്ന് ഏഷണി പറഞ്ഞ് ഒരു ബന്ധം തകർന്നു കഴിഞ്ഞാൽ, ഒരു ബന്ധത്തിന് ഇടിവ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ നാവ് ഏഷണിക്കാരൻ്റെ നാവാകാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മൾ അനാവശ്യമായി കാര്യങ്ങളെ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. അത് ദോഷം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, നിശബ്ദരായിട്ടിരിക്കാൻ പഠിക്കണം. ഏഷണി പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും വർത്തമാനം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, ഇത് ശരിയാണോ, ഈസ് ഇറ്റ് ട്രൂ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം ഈ പറയുന്നതിന് മുമ്പ്. പിന്നെ ഈ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പലപ്പോഴും പറയേണ്ട ആവശ്യമൊന്നുമില്ലാതെ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് പറയുക. പിന്നെ മൂന്നാമത് ചിന്തിക്കണം, ഇത് ഞാൻ സ്നേഹത്തിലാണോ പറയുന്നത്? നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ഇതായിട്ടാണ് പറയുന്നത്. മനസ്സിൽ നമ്മൾ ചിന്തിക്കണം, ഹൃദയത്തിൽ ചിന്തിക്കണം, ഇത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നല്ലതാണോ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത്? ഹല്ലേലൂയ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ നമ്മളൊരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് നമ്മളോട് തന്നെ ചോദിക്കണം. 1, ഞാൻ ഈ പറയുന്നത് സത്യമാണോ? 2, ഇതിൻ്റെ ആവശ്യമുണ്ടോ? 3, ഇത് ഞാൻ സ്നേഹം കൊണ്ടാണോ പറയുന്നത്? നമ്മൾ ചിലർ പറയും ബ്രദറെ, ഞാൻ ബ്രദറിനോട് ആയോണ്ടെങ്കിൽ പറയുക. ശരിക്കും പറഞ്ഞാൽ ഒരു വിഷം ഇടുക. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വേണം ഈ ദിവസങ്ങളിൽ സംസാരിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഏഷണി നമ്മുടെ ട്രസ്റ്റിനെ ബ്രേക്ക് ചെയ്യും. പക്ഷേ വിസ്ഡം ബന്ധങ്ങളെ പണിഞ്ഞെടുക്കും. നമ്മുടെ നാവ്
ഒരു ഹീലിംഗ് ഇൻസ്ട്രുമെൻ്റായി മാറണം. ആമേൻ. ദോഷം ചെയ്യുന്ന അവയവമായി നമ്മുടെ നാവ് മാറരുത്, മറിച്ച് സൗഖ്യമാക്കുന്ന അവയവമായി നമ്മുടെ നാവ് മാറരുത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇന്ന് പ്രഭാതത്തിൽ. ആമേൻ. നമ്മൾ പറയും അവർ യേശുവിന് പറഞ്ഞു, ഇവർ യേശുവിന് പറഞ്ഞു. നമ്മുടെ വായിൽ നിന്ന് യേശുവിന് വരില്ല. കരമുയർത്തി പറഞ്ഞേ, കർത്താവേ എൻ്റെ നാവിനെ അങ്ങ് സൂക്ഷിക്കണമേ. പരിശുദ്ധന്മാവേ ഈ നാവിനെ അങ്ങ് കടിഞ്ഞാണിട്ട് പിടിക്കണമേ. ഞാൻ കാരണം ഒരു ബന്ധവും തകരാൻ പാടില്ല. ഞാൻ കാരണം ഒരിടത്തും ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ആധരദ്വാരം കാക്കണമേ. എൻ്റെ വായിക്കൊരു കാവൽ നിർത്തണമേ. ഇന്ന് മുതൽ എൻ്റെ നാവ് ആമേൻ കർത്താവിൻ്റെ നാവായി മാറട്ടെ. ഇത് ആമേൻ ജീവൻ കൊടുക്കുന്ന നാവായി മാറട്ടെ. ബന്ധങ്ങളെ ആമേൻ ശക്തിപ്പെടുത്തുന്ന നാവായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും നന്മയ്ക്കാരുടെയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നാം യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.